الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടത്തെ കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീനിന്റെ ഇൽമുമായി ബന്ധം നൽകിയിരിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ ഏറ്റവും ഉയർന്ന അനുഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാര് നബിമാരുടെ അനന്തരാവകാശികളാണ്. നബിമാര് ദിർഹമോ ദീനാറോ അനന്തര സ്വത്തായി വിട്ടിട്ട് പോയിട്ടില്ല. വലാകിൻ വറസുൽ ഇൽമ ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. നേരെ മറിച്ച് അവരെ അനന്തര സ്വത്തായി ഭൂമിയിൽ വിട്ടിട്ട് പോയിരിക്കുന്നത് ഇൽമിനെയാണ്. ഏതൊരാൾ ആ ഇൽമിന്റെ അനന്തരാവകാശം നേടിയോ, പ്രവാചകന്മാരുടെ അനന്തര സ്വത്തിൽ ഇന്ന് സമ്പൂർണമായ ഒരു വിഹിതത്തെ അവൻ നേടിക്കഴിഞ്ഞു. പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ നാം ഓരോരുത്തരും പ്രവാചകന്മാർ അവരുടെ ഇൽമിനെ എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ആ ഒരു രൂപത്തിൽ നമ്മുടെ ഇൽമിനെ പ്രചരിപ്പിക്കുകയും ചെയ്യും. പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ വഹീന്റെ സന്ദേശത്തിന് ജനങ്ങളുടെ ഇടയിൽ പോയി എത്തിച്ചു കൊടുക്കുമായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം, സാലിഹ് നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഇവരുടെ ഒക്കെ ദഅവത്ത് വിശുദ്ധ ഖുർആനിൽ തഫ്സീലിയായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ എല്ലാം ദഅവത്തിന്റെ അടിസ്ഥാനം ആഗ്രഹമില്ലാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ദഅവത്ത് ചെയ്യുക എന്ന രീതിയായിരുന്നു. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നാം നൂഹിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അയച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. ജനങ്ങളെ നൂഹിന്റെ അടുക്കലേക്ക് അയച്ചു എന്നല്ല പറയുന്നു. പ്രവാചകന്മാർ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെന്നുകൊണ്ട് ദീൻ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുമായിരുന്നു. മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി ദഅവത്തിന്റെ അടിസ്ഥാനമായി ഉമ്മത്തിന്റെ മുന്നിൽ സമർപ്പിച്ചതും ദഅവത്തിൽ നബിമാരുടെ അടിസ്ഥാനപരമായി സുന്നത്തിനെയാണ്. ആഗ്രഹമില്ലാത്ത ജനങ്ങളുടെ അടുക്കലേക്ക് പോയി ദീൻ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി വെറുതെ ഒരു ഫിലോസഫി പോലെ പ്രസംഗിച്ച് അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് പോയതല്ല, പ്രാക്ടിക്കലായി ഇത് കാണിച്ചത്. ഒരിക്കൽ മൗലാന നടന്നു വരുമ്പോൾ പാടത്ത് ഒരാള് കലപ്പയും കാളയുമായി നിലമുഴുതുകൊണ്ടേയിരിക്കുകയാണ്. മിയാൻജി മൂസ. മൗലാന ചിന്തിച്ചില്ല, ഈ മേവാത്തിയിൽ ഗ്രാമീണനായ ഈ നിലമുഴുതുന്ന ആള് ഇയാളെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് ചിന്തിച്ചില്ല. അയാളുടെ പിന്നാലെ കൂടി ദീനെ കുറിച്ച് പറയാൻ വേണ്ടി തുടങ്ങി. അയാളാണെങ്കിൽ ശ്രദ്ധിക്കാതെ ഇങ്ങനെ നിലമുഴുതുകൊണ്ടേയിരുന്നു. ബേക്കിലൂടെ നടന്ന ദീന്റെ കാര്യങ്ങൾ പറഞ്ഞു. ദേഷ്യം വന്നപ്പോൾ ഒറ്റ അടി കൊടുത്തു. ഇലിയാസ് റഹ്മത്തുള്ളാഹി അങ്ങനെ തന്നെ താഴെ വീണു. താഴെ വീണ് കഴിഞ്ഞപ്പോൾ അയാളുടെ കാലിൽ പിടിച്ചപ്പോൾ അയാളുടെ ഹൃദയം ലോലമായി. അദ്ദേഹം ദീൻ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി തയ്യാറായി. മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് കലിമ പഠിപ്പിച്ചു, ഫാത്തിഹ പഠിപ്പിച്ചു, നമസ്കാരം പഠിപ്പിച്ചു. അവസാനം അദ്ദേഹം എത്ര ഉയർന്ന അവസ്ഥയിലായി ശൈഖുൽ ഹദീസ് മൗലാന സക്കരിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖലീഫത്തു റുഷ്ദായി ഉയരുകയുണ്ടായി. ദാറുൽ ദൈവത്തില് മിയാൻജി മൂസ സാഹിബ് ഒരിക്കൽ ആലിമീങ്ങൾ മുത്തഅല്ലിമീങ്ങൾ ഒരുമിച്ച് കൂടിയ വേദിയിൽ സംസാരിക്കുകയും അദ്ദേഹം ചോദിച്ചു, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരു പിതാവ് മകനോട് പറഞ്ഞു, മോനെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു. 15 വയസ്സുകാരനായ മകന്റെ അടുത്താ പറഞ്ഞു. അവൻ ശ്രദ്ധിച്ചില്ല. ആ പിതാവിന് 3 വയസ്സുകാരനായ ഒരു മകനുണ്ടായിരുന്നു. പിതാവിന്റെ നിർദ്ദേശം മൂത്ത മകൻ പാലിക്കാത്തതിന്റെ പേരിൽ ഇളയ മകൻ ഒരു ഗ്ലാസ് എടുത്ത് വെള്ളം നിറച്ച് പിതാവിന്റെ അടുക്കലേക്ക് വേച്ചു വരുന്ന വഴിയിൽ കയ്യിൽ നിന്ന് ഗ്ലാസ് സ്ലിപ്പായി താഴെ വീണ് ഗ്ലാസ് പൊട്ടി. പിതാവ് ആരെയും ശകാരിക്കുന്നത്? നിങ്ങൾ പറയും, ആരെയും? എന്തുകൊണ്ടാണ് മൂത്ത മകനെ ശകാരിക്കുന്നത്? മൂത്ത മകൻ പറഞ്ഞാൽ കേൾക്കാത്തോണ്ടാണ് ഇളയ മകൻ ചെയ്തത്. അപ്പൊ എന്ത് ചെയ്ത്? കയ്യിൽ നിന്ന് ഗ്ലാസ് സ്ലിപ്പായി പോയി, താഴെ വീണ് ഗ്ലാസ് പൊട്ടി എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഖുർആനിന്റെ അഹ്ലുകാര്, ഹദീസിന്റെ അഹ്ലുകാര്. നിങ്ങളാണ് ദീനിന്റെ ദഅവത്ത് ചെയ്യേണ്ടിയിരുന്നത്. നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യാണ്. ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും പാളിച്ചകളോ പാകപ്പിഴവുകളോ സംഭവിച്ചു കഴിഞ്ഞ് നിങ്ങളെ ആയിരിക്കും പടച്ചോൻ ചോദിക്കും. ഈ മിയാൻജി മൂസ സാഹിബ് ദീനിന്റെ ദഅവത്തിന്റെ വഴിയിൽ ഉയർന്ന പരിശ്രമം ചെയ്തു. മക്കളൊക്കെ ആലിമീങ്ങളും ആലിമാത്തുകളുമാണ്.
മക്കൾ വലിയ ആലിമീങ്ങളായി. അദ്ദേഹത്തിന്റെ മദ്രസ രാജസ്ഥാനിലുണ്ട്. ആൺകുട്ടികളുടെ 3500 പേര് പഠിക്കുന്ന മദ്രസ. മദ്രസത്തുൽ നിസ്വാനുണ്ട്, പെൺകുട്ടികൾ പഠിക്കുന്ന മദ്രസ. അവിടെയുണ്ട് 2500 പേര്. എവിടെ കിടന്ന ആളാ പറയും? പാടത്ത് കലിമ അറിയത്തില്ല, ദീൻ അറിയത്തില്ല, അങ്ങനെ കിടന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ആഗ്രഹമില്ലാത്ത ആൾക്കാരുടെ അടുക്കലേക്ക് പോയി ദീൻ കാര്യങ്ങൾ എത്തിക്കൽ, ഇത് ദഅവത്തിന്റെ അടിസ്ഥാനപരമായ സുന്നത്താണ്. ഇത് ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി മുതൽ തുടങ്ങിയതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതല്ല. സഹാബാക്കൾ, താബിഈങ്ങൾ, നമ്മളിലേക്ക് ഇൽമു വന്ന ഫുഖഹാക്കൾ, മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ, ഇവരുടെ ഒക്കെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അവർ ജീവിതത്തിന്റെ ഒരു ഭാഗം അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലാമ ശംസുദ്ദീൻ ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി സിയറു അലാമുൻ നുബലാഹി എന്ന് പറയുന്ന 23 വാള്യമുള്ള വിഖ്യാതമായ ഒരു ഗ്രന്ഥം എഴുതി. അതിൽ ഇമാം വഖീഇനെ കുറിച്ച് എഴുതുന്നുണ്ട്. റാഹിബു കൂഫ, കൂഫയിലെ റാഹിബു എന്ന് അറിയപ്പെടുന്നു. രാത്രിയെല്ലാം നമസ്കരിക്കും, പകലെല്ലാം നോമ്പെടുക്കും, സുബഹി കഴിഞ്ഞാൽ പള്ളിയിൽ വരുന്നവർക്ക് ഹദീസ് പഠിപ്പിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് കൈലൂല ഉറങ്ങും. ദുഹർ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് ഫിഖ് പഠിപ്പിച്ചു കൊടുക്കും. അസ്ർ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം മലഞ്ചെരുവുകളിലേക്കും ജലാശയങ്ങളിലേക്കും നടന്നു നീങ്ങും. മലഞ്ചെരുവുകളിൽ ജനങ്ങൾ വിറക് ശേഖരിക്കാൻ വേണ്ടി വരും, ജലാശയങ്ങളിൽ വെള്ളം ശേഖരിക്കാൻ വേണ്ടി വരും. വിറക് കെട്ടിച്ച് വെച്ച് ഒരു ചില വിറക് ചുമക്കുന്ന ചുമട്ടു തൊഴിലാളികളുണ്ട്, അവരെ തലയിലേക്ക് വെച്ചു കൊടുക്കും. അവർക്ക് ചെറിയ വേതനമായി വെള്ളം കോരി തോൽപാത്രത്തിൽ നിറച്ച് ചുമട്ടു തൊഴിലാളികളായ ചിലരുടെ ചുമലിലേക്ക് വെച്ചു കൊടുക്കും. അവർ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. അവരുടെ വേതനം വളരെ ചുരുങ്ങിയതാണ്. ഇങ്ങനെ വിറക് ശേഖരിച്ചു കൊണ്ടുപോകുന്ന ചുമട്ടു തൊഴിലാളികൾ, വെള്ളം ചുമലിലേക്ക് കൊണ്ടുപോകുന്ന ചുമട്ടു തൊഴിലാളികൾ, ഇവരുടെ പിന്നാലെ കൂടെ ഇമാം വഖീ റഹ്മത്തുള്ളാഹി. ഇവർ ഇമാം വഖീനെ ശ്രദ്ധിക്കത്തില്ല. കാരണം പ്രാകൃത സ്വഭാവക്കാരാണ്, സംസ്കാര ശൂന്യരാണ്, ഗ്രാമീണരാണ്. എന്നാൽ ഇമാം വഖീ റഹ്മത്തുള്ളാഹി ഇവരുടെ പിന്നാലെ കൂടി കൂടി കുറേ സംസാരിച്ചു കഴിയുമ്പോൾ ഇവരുമായി അനുനയത്തിലാവും. അപ്പോഴെന്തെയും ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കും. സൂറത്തുൽ ഫാത്തിഹ അറിയുമോ, അത്തഹിയാത്ത് അറിയുമോ, നമസ്കാരത്തിൽ നിർബന്ധമായി ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ അറിയുമോ എന്ന് മനസ്സിലാക്കുകയും അവരുടെ സമയം മനസ്സിലാക്കിക്കൊണ്ട് അവരെ അത്തഹിയാത്ത് പഠിപ്പിക്കുകയും കലിമ പഠിപ്പിക്കുകയും നമസ്കാരം പഠിപ്പിക്കുകയും ഫാത്തിഹ പഠിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സാധാരണക്കാരിൽ സാധാരണക്കാര് ഇമാം വഖീഇൽ നിന്ന് ഫാത്തിഹ പഠിച്ചു, അത്തഹിയാത്ത് പഠിച്ചു, നിയ്യത്ത് പഠിച്ചു, വജിഹത്ത് പഠിച്ചു. ആരും അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടായി, നിങ്ങൾ എന്തിനാ ദീനെ ഇത്രയും അവമതിക്കുന്ന ആൾക്കാരുടെ പിന്നാലെ കൂടിയിട്ട് ദീൻ എത്തിച്ചു കൊടുക്കുന്നത്? ദീൻ അത്രയും ചെറിയ കാര്യമോ? ഇമാം വഖീ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ട്, ഇവർ ആരാണെന്ന് അറിയും? ഇവര് അഖ്റബു ഇലൽ കുഫർ, കുഫറിലേക്ക് ഏറ്റവും അടുത്ത ആൾക്കാരാണ്. ഇവര് ശരിയായി ദീൻ മനസ്സിലാക്കി ദീനിൽ വരുന്നില്ല എങ്കിൽ പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ ആദ്യം അവർ ഉപേക്ഷിക്കുന്നത് ദീനെയായിരിക്കും. അതുപോലെ തന്നെ ഇവൻ ഇസ്ലാമിൽ നിന്ന് വിദൂരത്താണ്. കാരണം ദീൻ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല, പഠിക്കാനോട്ട് താല്പര്യവും. അപ്പൊ നമ്മളിലേക്ക് ദീൻ വന്ന ഫുഖഹാക്കൾ, മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് ദീൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതി സർവ്വസാധാരണമായി വ്യാപകമായതിന്റെ പേരിൽ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാധാരണക്കാരനിൽ സാധാരണക്കാരന് ഖുർആനെ കുറിച്ച് അറിവുണ്ടായിരുന്നു. ഇമാം അസ്മാഇ റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ ഓതുകയായിരുന്നു. ഖുർആൻ ഓതി 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 വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. മലഞ്ചെരുവുകളിൽ ആടിനെ മേച്ചുകൊണ്ടിരുന്ന ഒരു ആട്ടിടയൻ ഇത് കേട്ട് അദ്ദേഹം ഉച്ചസ്ഥലത്തിൽ വിളിച്ച്, അല്ല അസ്മൈ, നിങ്ങളിപ്പോ എന്താ ഓതിയത്? അസ്മൈ റഹ്മത്തുള്ളാഹി ദേഷ്യം വന്ന് ഖുർആൻ ഓതിയപ്പോഴാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇത് ഖുർആൻ ശരീഫ് അല്ലാഹുവിന്റെ കലാമാ ഞാൻ ഓതിയത്. ഇപ്പൊ മലഞ്ചെരുവുകളിൽ ആടിനെ മേച്ചുകൊണ്ടിരുന്ന ആട്ടിടയൻ പറഞ്ഞു, ലൈസ ഹാദൽ കലാമു കലാമ റബ്ബിക്, ഇതൊരിക്കലും നിന്റെ രക്ഷിതാവിന്റെ കലാമല്ല. അസ്മൈ പറഞ്ഞു, അല്ലാഹു ഹാദാ കലാമു റബ്ബി, ഇതെന്റെ രക്ഷിതാവിന്റെ കലാമാണ്.
ആട്ടിടയൻ പറഞ്ഞു, ലൈസ ഹാദൽ കലാമു കലാമ റബ്ബിക്, ഇതൊരിക്കലും നിന്റെ രക്ഷിതാവിന്റെ കലാമല്ല. അസ്മൈ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ശരിയാത്ത തെറ്റിപ്പോയി. എന്താ തെറ്റ് പറ്റിയത്? അല്ലാഹു റഹീമാണ്. അപ്പൊ ശരിയായിട്ട് ഓതി, വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ അയ്ദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ് വല്ലാഹു അസീസുൻ ഹകീം. ഇമാം അസ്മാഇ ആ ആടുകളെ മേടിച്ചുകൊണ്ടിരുന്ന ആട്ടിടയനോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഹാഫിദാണോ എന്ന് ചോദിച്ചു. ഞാൻ ഹാഫിദല്ല. നിങ്ങൾ ആലിമാണ്. ഞാൻ ആലിമാണ്. പിന്നെ എങ്ങനെയാ എന്റെ ഈ തെറ്റിനെ നിങ്ങൾ മനസ്സിലാക്കിയത്? ആട്ടിടയൻ ചോദിച്ചു, നിങ്ങൾ ഓതിയത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അതാ കുഴപ്പം. നിങ്ങൾ ഓതിയ ആയത്തിലുള്ളത് ഒരു മോഷ്ടാവായ ആണിനും പെണ്ണിനും നിശ്ചയിച്ചിരിക്കുന്ന ക്രിമിനൽ കുറ്റത്തിനുള്ള ശിക്ഷണ നടപടിയെ കുറിച്ചാണ്. കൈമുറിക്കണമെന്നാ പറയുന്നത്. അഥവാ അള്ളാഹു കൈമുറിക്കാൻ വേണ്ടി കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അള്ളാഹ് പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നത്? അള്ളാഹ് പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ മോഷ്ടാവിന്റെ കൈ മുറിക്കാൻ പറയത്തില്ലായിരുന്നു, അയാൾക്ക് വിട്ടു ചെയ്യാനേ പറയുമായിരുന്നു. അള്ളാഹു പ്രതാപിയാണ്. അതുകൊണ്ടാണ് മോഷ്ടാവിന്റെ കൈ മുറിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞത്. മലഞ്ചെരുവുകളിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ഒരു ആട്ടിടയൻ ഖുർആനിന്റെ അർത്ഥസാരങ്ങൾ ഇത്രയും നന്നായി മനസ്സിലാക്കിയെങ്കിൽ സാധാരണക്കാരുമായ ആലിമീങ്ങൾ എത്ര നന്നായി ഇടകലർന്നിട്ടുണ്ടാവും അല്ലേ? ഒരു ഭാഗത്ത് അവരെ ഹദീസ് പഠിപ്പിച്ചു, ഫിഖ്ഹ് പഠിപ്പിച്ചു, തഫ്സീർ പഠിപ്പിച്ചു, വഅദ് നസീഹത്ത് ചെയ്തു. വഅദ് നസീഹത്ത് ചെയ്യുന്ന ആലിമീങ്ങളുടെ ലിസ്റ്റ് തന്നെ ധാരാളമുണ്ട്. ഹദീസ് പഠിപ്പിക്കുന്ന ആലിമീങ്ങളുടെ ലിസ്റ്റ് തന്നെ ധാരാളമുണ്ട്. ഇവരെല്ലാവരും സാധാരണക്കാരുടെ ഇടയിൽ ഇണങ്ങിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് സാധാരണക്കാർക്ക് വലിയ ഇൽമുണ്ട്. വീടുകളിൽ കുട്ടികളിൽ എത്രത്തോളം തഅലീം ആമായിരുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ഖുർആൻ ശരീഫ് അറിയാൻ പറ്റും. ഈ അസ്മൈ തന്നെ ഒരിക്കലും നടന്നു പോകുമ്പോൾ ഒരു 5 വയസ്സുകാരിയായ പെൺകുട്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹ്. അസ്മൈ ചോദിച്ചു, മോളെ നിനക്ക് 5 വയസ്സല്ലേ ഉള്ളൂ, നീ എന്തിനാ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്? നീ എന്ത് പാപം ചെയ്യാനാണ്? ആ പെൺകുട്ടി ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തോടു കൂടി ഒരു ശഅർ, അസ്തഗ്ഫിറുല്ലാഹ മിൻ ദുനൂബി കുല്ലിഹാ ഖതൽതു നഫ്സൻ ബിഗൈരി ഹില്ലിഹി മിഥല ഗസ്സാലിൻ നാഇമിൻ ഫീ ദല്ലിഹി ഇൻതസഫൽ ലൈലു വലം ഉസല്ലിഹി. ഇമാം അസ്മയുടെ കൊടുത്തപ്പെട്ടു. ഇത് എത്ര പ്രാസമുള്ള നല്ല സാഹിത്യ സമ്പുഷ്ടമായ പാട്ടാണ് 5 വയസ്സുകാരിയായ പെണ്ണ് പാടുന്നത്. അസ്മൈ ലോകത്തിലെ പണ്ഡിതൻ, അദ്ദേഹം ഞാനായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ. 5 വയസ്സുകാരിയായ പെൺകുട്ടി പാടുന്നത്. ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന, അന്താളിച്ച് നിൽക്കുന്ന അസ്മയോട് ആ പെൺകുട്ടി ചോദിച്ചു, എന്തിനാ ആശ്ചര്യപ്പെടുന്നത്? എന്റെ പാട്ടിന്റെ ഈ ഫസാഹത്തും ബലാഗത്തും കേട്ടുകൊണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടുകയാണ്. ഇതിനേക്കാൾ ഫസാഹത്തിന്റെയും ബലാഗത്തിന്റെയും ആശയ സമ്പുഷ്ടങ്ങളുടെ സമ്പൂർണതയാണ് ഖുർആൻ. ഒരായത്ത് ഞാൻ കേൾപ്പിക്കാന്ന് പറഞ്ഞു. പെൺകുട്ടി 5 വയസ്സ്. وأوحينا إلى أم موسى أن أرضعيه فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين. അതായത് ആ പാട്ടുള്ള അതേ പ്രാസമല്ല ഇതിലുണ്ട്. അറബിയുടെ മുഹാവറ അറിയുന്നവർക്ക് അറിയല്ലേ? എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞ പ്രാസം മാത്രമല്ല ഇതിലുള്ളത്. ഈ ഒരു ആയത്തിൽ തന്നെ 6 തത്വങ്ങൾ അല്ലാഹു അടക്കം ചെയ്തിരിക്കുന്നു. 2 ഹുക്മ്, 2 മൻഹി, 2 ബിശാറത്ത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയിലേക്ക് അല്ലാഹു നൽകിയ സന്ദേശമാണ്. മൂസയുടെ ഉമ്മയിലേക്ക് നാം സന്ദേശം നൽകി. 2 കൽപ്പനകൾ. നിങ്ങൾ മകന് മുല കുടിപ്പിക്കണം.
രണ്ടാമത്തെ വഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം. ഇനി ആ കുട്ടി ഫിർഔന് കിങ്കരന്മാർ പിടിക്കുമെന്ന് പേടിക്കുകയാണെങ്കിൽ അവനെ പെട്ടിയിലാക്കി നദിയിലിട്ടേക്ക്. രണ്ട് കൽപ്പനയിൽ, ഒന്ന് പാൽ കുടിപ്പിക്കുക, രണ്ട് നദിയിലിട്ടേക്കുക. രണ്ട് നിരോധനങ്ങൾ എന്താണ്? വലാ തഖാഫി, നിങ്ങൾ പേടിക്കണ്ട. രണ്ട് വലാ തഹ്സനി, നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. രണ്ട് വിശാറത്ത് എന്താണ്? ഇന്നാ റാദ്ദൂഹു ഇലൈകി, ആ കുട്ടിയെ നിനക്ക് തന്നെ ഞാൻ മടക്കി നൽകും. വജാഇലൂഹു മിനൽ മുർസലീൻ, അവനെ ഞാൻ പ്രവാചകനാക്കുകയും ചെയ്യും. അപ്പൊ 5 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഖുർആൻ ശരീഫിന്റെ ആയത്ത് മാത്രമല്ല പാരായണം ചെയ്തത്, അതിന്റെ ഉള്ളിൽ അടക്കം ചെയ്തിരിക്കുന്ന 6 തത്വങ്ങൾ. ആലിമീങ്ങൾ എത്രത്തോളം സാധാരണക്കാരുടെ ഇടയിൽ ഇഴകലർന്ന് ജീവിച്ചു എന്നാൽ സാധാരണക്കാർക്ക് ദീനിയായ അറിവുണ്ടായി. വീടുകളിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഖുർആനെ കുറിച്ച് ശരിയായ അവബോധമുണ്ട് എന്ന് മാത്രമല്ല, സാധാരണക്കാർക്ക് ദീൻ പഠിക്കാൻ വലിയ താല്പര്യമായി. കൂഫയില് ബസറയിൽ നിന്നൊരു കച്ചവടക്കാരൻ വന്നു, ഗാലിബുൽ ഖത്താൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കച്ചവടം ചെയ്യും. സുലൈമാൻ ബിൻ മെഹ്റാൻ അഹ്മസിന്റെ ഹദീസിന്റെ സബക്ക് പള്ളിയിലുണ്ട്, ജമാ മസ്ജിദ്. ഇടയ്ക്കിടയ്ക്ക് ഹദീസിന്റെ ദർസിൽ വന്ന് പങ്കെടുക്കും. കച്ചവടത്തിന്റെ ഇടയിലും ഹദീസ് പഠിക്കാനുള്ള ആഗ്രഹം. ഒരു വർഷം കഴിഞ്ഞപ്പോൾ കച്ചവടത്തിന്റെ ലാഭവിഹിതവുമായി നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഗാലിബുൽ ഖത്താൻ ഒരുപ്പെട്ടു. അപ്പം ചിന്തിച്ച് നാട്ടിലേക്ക് സാധനങ്ങൾ സമാഹരിക്കലായിരുന്നില്ല അദ്ദേഹത്തിന്റെ ചിന്ത. ഒരു വർഷം ഞാൻ എന്ത് ചെയ്തു? ഇമാം അഹ്മസിന്റെ ഹദീസിന്റെ ദർസിൽ പങ്കെടുത്ത് ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ദിവസം പൂർണ്ണമായി ഇമാം അഹ്മസിന്റെ അടുക്കൽ കഴിഞ്ഞുകൂടി. രാത്രിയും പകലൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് കഴിഞ്ഞു. അദ്ദേഹം രാത്രി ആയപ്പോൾ താജ്സ്കാരത്തിന് എഴുന്നേറ്റ് സൂറത്ത് ആലു ഇമ്രാൻ ഓതി 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 ശഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹു അസീസുൽ ഹകീം. ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതാൻ വേണ്ടി ഗാലിബുൽ ഖത്താൻ മനസ്സിലാക്കി ഈ ആയത്തിന്റെ വിഷയത്തിൽ എന്തോ ഫളായിലെ നിബിധങ്ങൾ ഇന്ന് വാലിദായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ആവർത്തിച്ച്. പിറ്റേന്ന് ഇമാം അഹ്മസിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് മടങ്ങിയാണ്, ഒരു വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഹദീസിന്റെ ദർസിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. നിങ്ങൾ തഹജ്ജുദിന് ശഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ച് ചോദ്യമല്ല. അതിന്റെ വിഷയത്തിൽ എന്തോ ഫളായിൽ വാലിദായിട്ടുണ്ട്. ആ ഹദീസ് ഒന്ന് പറഞ്ഞു തരണം. ഇമാം അഹ്മദ് പറഞ്ഞ് അങ്ങനെ പറഞ്ഞില്ല. ഒരു വർഷം എൻ്റെ കൂട്ടത്തിൽ കഴിയും. ഈ ഒരു വർഷത്തെ കച്ചവടവും കൃഷിയും ഇതൊന്നും ചെയ്യാൻ പാടില്ല. എൻ്റെ കൂട്ടത്തിൽ തന്നെ രാത്രിയും പകലും കഴിഞ്ഞു. സാധാരണ ആയത്തുകളുടെ ഫളായിലുകളെ കുറിച്ചുള്ള ഹദീസുകളെന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ല. എന്നാലും ആ ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി അഹ്മസിന്റെ നിർദ്ദേശപ്രകാരം ഇമാം ഗാലിബുൽ ഖത്താൻ ഒരു വർഷം അവിടെ താമസിച്ചു. ഒരു വർഷം കഴിഞ്ഞ മഹാനടവത്തിൽ ചെന്ന് എനിക്ക് ഹദീസിന്റെ വിഷയത്തിലുള്ള ഫളായിൽ പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ഇമാം അഹ്മദ് പറഞ്ഞു, ഹദ്ദസനി അബൂ വാഹിൽ അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഖറഅ ശഹിദല്ലാഹു ആയ يجاء بصاحبه يوم القيامة ويقول الله عز وجل أحد إلي عبدي وأنا أوفى بالعهد ادخلوا عبدي الجنة. ഹദീസ് എന്ത് ചെയ്തു? സനദിനം ചൊല്ലി. ഈ ആയത്ത് ഓതി കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും? മലക്കളെ വിളിച്ചിട്ട് ഖിയാമത്താണ്, സ്വർഗ്ഗത്തിൽ പോകുന്നു പറയും. അപ്പൊ ചുരുക്കത്തിൽ ഒരു വർഷം എന്ത് ചെയ്തു? ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി ഒരു കച്ചവടക്കാരൻ ഇമാം അഹ്മദിന്റെ കൂട്ടത്തിൽ ആ പള്ളിയിൽ തന്നെ കഴിഞ്ഞു. ഈ ഗാലിബുൽ ഖത്താൻ വലിയ മുഹദ്ദിസായിരുന്നു. ബുഖാരി ശരീഫിന്റെ സനദിലുണ്ട് ഗാലിബ്, ഒരു സനദിലുണ്ട്. തിർമിദി ശരീഫിന്റെ സനദിലുണ്ട് ഗാലിബുൽ ഖത്താൻ. അപ്പൊ എത്രത്തോളം ഉലമാക്കൾ സാധാരണക്കാരുടെ ഇടയിൽ ഇഴകിച്ചേർന്നു എന്നാൽ കച്ചവടക്കാര്, കൃഷിക്കാര്, മറ്റു ജോലികളിൽ വ്യാപൃതരാകുന്നവർ, ഇവർക്ക് ഹദീസ് പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, വലിയ മുഹദ്ദിസുകളാകാനുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉലമാക്കള് ഏത് മേഖലയിൽ കഴിഞ്ഞുകൂടിയാലും, എവിടെ കഴിഞ്ഞുകൂടിയാലും അവിടെ എല്ലാം ഇങ്ങനെ വലിയ മനുഷ്യ സഞ്ചയം തന്നെ ഉണ്ട്, ലക്ഷക്കണക്കിന്.
എത്ര ദഅവത്ത് ചെയ്താലും തീരും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഈ ഫിക്റും ചിന്തയും ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിക്കൊണ്ടുള്ള ദഅവത്തിലൂടെ വലിയ മാറ്റം ജനങ്ങളിലുണ്ടാകും. നമ്മൾ ചെയ്തു നോക്കും, 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ തന്നെ നാട്ടിൽ എത്രയോ പേര് നമസ്കാരക്കാരാകുന്നത് നമുക്ക് കാണാൻ പറ്റും. നാട്ടിലെ സ്ത്രീകൾ എത്രയോ പർദ്ദയും ദീനിയായ സംസ്കാരമുള്ളവരായി തീരും. കുട്ടികൾ എത്രയോ ദീൻ പഠിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നിൽക്കുന്ന മഹലിലാണെങ്കിലും, നമ്മൾ ഇമാമായി ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും, മുദല്ലിസായി സേവനം ചെയ്യുന്ന സമയത്താണെങ്കിലും, ഒഴിവായ സമയങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ദഅവത്ത് ചെയ്യണം. എല്ലാ ദിവസവും നമ്മൾ മുലാഖാത്ത് ചെയ്യണം. തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ്. ആരൊക്കെ തയ്യാറെന്ന് പറയും? ഇൻഷാ അല്ലാഹ് അല്ലാഹ് കബൂലാക്കുമാറാകട്ടെ. ചെയ്ത് 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 നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മസ്തിഷ്കത്തിൽ, നമ്മുടെ ഞരമ്പിൽ, നമ്മുടെ മജ്ജയിൽ, നമ്മുടെ അവയവങ്ങളിലൊക്കെ ദഅവത്ത് ഇങ്ങനെ ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലും സംസാരിച്ചില്ലെങ്കിൽ ജനങ്ങളെ ചെയ്തായിട്ട് മൊയ്നുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി ഉമ്മാടത്ത് പറഞ്ഞു, യാത്ര ഗംഭീരം. മോനെ എന്താ അത്? ഈ യാത്രയിൽ 7 ലക്ഷം കാഫിരീങ്ങൾ എന്റെ കയ്യിൽ പിടിച്ച് മുസ്ലിമീങ്ങളായി. 30 ലക്ഷം പാപങ്ങളിൽ മുഴുകി തപ്പിയ ആൾക്കാര് പാപങ്ങളിൽ നിന്ന് ഒഴിവായി എന്റെ കയ്യിൽ പിടിച്ച് തൗബ ചെയ്ത് സാലിഹീങ്ങളായി. യാത്ര ഭയങ്കര തന്നെ. എവിടെ നോക്കിയാലും ഹിദായത്ത് ഹിദായത്ത്. ഇങ്ങോട്ട് വന്ന ആൾക്കാർ മുസ്ലിമീങ്ങളാകുന്നു. അമ്മ പറഞ്ഞു, മോനെ അത് നിന്റെ കമാലിയത്തൊന്നല്ല, എന്റെ കമാലിയത്ത്. നീ കുട്ടിയായിരിക്കുന്ന സമയത്ത് നിന്നെ പാല് കുടിപ്പിക്കുമ്പോൾ ഓരോ തുള്ളി പാല് നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴും ഞാൻ ഹൃദയം അല്ലാഹുവിലേക്ക് മുത്തവജ്ജിഹാക്കിക്കൊണ്ട് ദുആയിരക്കും, പടച്ചവനെ എന്റെ മകന്റെ ഉള്ളിലേക്ക് ഈ പാൽ ഇറങ്ങുകയാണ്. ഓരോ തുള്ളി പാലിനും പകരമായും എന്റെ ഹൃദയത്തിലും മസ്തിഷ്കത്തിലും അവയവത്തിലും മാംസത്തിലും മജ്ജയിലും എല്ലിലും രക്തത്തിലും ചർമ്മങ്ങളിലും വിലായത്തിന്റെ അൻവാറുകളെ നീ തീരുമാനിക്കണമേ. അങ്ങനെ നിന്റെ ഹൃദയം, നിന്റെ മസ്തിഷ്കം, നിന്റെ എല്ല്, നിന്റെ മജ്ജ, നിന്റെ മാംസം, നിന്റെ ഞരമ്പ്, നിന്റെ രക്തം എല്ലാം വിലായത്തിന്റെ പ്രകാശം. അതുകൊണ്ടാണ് ജനങ്ങൾ കാണുമ്പോൾ ഇങ്ങോട്ട് വന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇതുപോലെ നമ്മൾ ദഅവത്ത് ചെയ്ത് 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 കഴിയുമ്പോൾ നമ്മൾ നോക്കും, ഉമ്മത്തിനെ കുറിച്ച് നമുക്ക് ഫിക്റുണ്ടാവും. പടച്ചവനെ എങ്ങനെ എല്ലാവരും നിസ്കാരക്കാരാണ്, എല്ലാവരും പർദ്ദ ധരിക്കുന്നവരാണ്, എല്ലാ യുവാക്കളും വഴികേടിൽ നിന്ന് രക്ഷപ്പെട്ട് പള്ളിയുടെ ആൾക്കാരായിത്തീരും. ഈ ഫിക്ർ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ദഅവത്തിലൂടെ വലിയ പരിവർത്തനം. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും അതിനുവേണ്ടി മുലാഖാത്ത് ചെയ്യണം. ഭൂമി ജനങ്ങളെ മുലാഖാത്ത് ചെയ്യാൻ വേണ്ടി പ്രത്യേക സമയം നമ്മൾ തീരുമാനിക്കും. മസ്ജിദ് വാർ നടക്കുന്ന സ്ഥലങ്ങളിലാണ് എങ്കിൽ പ്രവർത്തകരുടെ സമയം ഉണ്ടെങ്കിൽ അവരെ കൂട്ടും. ഇനി പ്രവർത്തകർക്ക് സമയമില്ല, അല്ലാഹുവേ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ്, അങ്ങനെ ചിന്തിക്കണ്ട. മുസല്ലീങ്ങളിൽപ്പെട്ട ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയാൽ നമ്മുടെ പള്ളിയിൽ അൽഹംദുലില്ലാഹ് 5 വർഷത്തോളം ഖത്തീബായി നിന്ന് ഏത് പള്ളിയിൽ പോയി കഴിഞ്ഞാലും പ്രവർത്തകരുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അവിടെ സമയത്ത് മുലാഖാത്ത്. ഇനി ഇവരില്ല എങ്കിൽ ഏത് വക്തിന് ശേഷമാണോ ഒഴിവുള്ളത് സാധാരണക്കാരിൽ ആരെങ്കിലും കുടിക്കുമ്പോൾ നമുക്കൊരു എന്ത് ചെയ്യാം, ആൾക്കാരെ ഒന്ന് കണ്ടുവരും. ഒരു പള്ളിയിൽ ഞാൻ നിന്ന് 2 മാസം നമ്മുടെ അളിയൻ ജോലി ചെയ്ത പള്ളിയിൽ ഹജ്ജിന് പോയ സമയം അവരെ കഴിഞ്ഞ് മുലാഖാത്ത് ചെയ്യും. മുലാഖാത്ത് ചെയ്ത് 45 വീടുകളിൽ താലീമായിരുന്നു. ചുമ്മാ ഞാൻ ഈ മദ്രസയിൽ മക്തബിൽ വരുന്ന കുട്ടികളുടെ കാർക്കുകാരി വയ്ക്കും. താലീം എങ്ങനെ നടത്തേണ്ടതൊക്കെ ആദ്യത്തെ പേജിൽ ഒരു പേപ്പറിൽ എഴുതും. കാർക്കുകാരിയിൽ കുട്ടികളെ ചെയ്ത് 45 വീടുകളിൽ നടക്കുന്ന താലീം. അതായത് നമ്മൾ 1 വർഷം കൊണ്ട് വായിച്ചു തീർക്കുന്നത് 40 ദിവസം കൊണ്ട് എന്ത് ചെയ്തിട്ട് വായിച്ചു തീർക്കുന്നു. കാരണം ഓരോ സ്ഥലങ്ങളിലും സംശയം വരുമ്പോൾ എന്ത് ചെയ്യും, കുട്ടികളുടെ വീട്ടിൽ എഴുതി കൊടുക്കും. അതായത് ഫാത്തിഹ പോകുന്നതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ടല്ല, സുബൈയുടെ ഇടയിൽ അതിന്റെ രൂപം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വിശദീകരണം മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നിയമത്തിൽ ചേർന്നൊന്നുമില്ല. നമുക്കതിന്റെ പേര് ശമ്പളക്കുറയൊന്നുമില്ല, നമുക്കെന്ത് ചെയ്യത്തില്ല, ജോലി കൂടത്തുമില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു നമ്മുടെ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി അയച്ചത് പൂർത്തിയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ മുലാഖാത്ത് ചെയ്യണം. തയ്യാറല്ലേ ഇൻഷാ അല്ലാഹ്? അതുപോലെ തന്നെ നമ്മൾ എല്ലാ പള്ളികളിലും മൻസൂറ ഹയാത്താക്കും. പ്രവർത്തനം ഇല്ലാത്ത പള്ളിയിലാണെങ്കിൽ ജനങ്ങളെ എന്ത് ചെയ്യാൻ കൂട്ടിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യണം, ഈ നാട് മുഴുവൻ ദീനിയാക്കണം. അതിന്റെ പേരാ മൻസൂറ. എന്നിട്ട് ഇന്നലെ എന്ത് നടന്നു, ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരെയും എന്ത് ചെയ്യാം, ഫിക്റാക്കും. പുതിയ ആൾക്കാരുടെ സ്ഥലങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങളുണ്ടാകും. അള്ളാന്റെ ദീനിന്റെ വഴിയിൽ അവർ പുറപ്പെടാൻ വേണ്ടി തയ്യാറാണ്. ഓരോ പള്ളികളിലും 4 മാസത്തിന്റെ ജമാഅത്തുകൾ തയ്യാറാണ്. മലപ്പുറത്ത് ഒരു ജമാഅത്ത് പെരിന്തൽമണ്ണയിൽ നിന്നാണെന്ന് ഒരു ജമാഅത്ത് ഒന്ന് കാർക്കുകാർ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് 3-4 മാസം ജമാഅത്തുകൾ പുറപ്പെടുവിച്ചു. ഷാദിൽപ്പെട്ട ഒരു ജമാഅത്ത് ഞങ്ങൾ ഇപ്പോഴും ഈ ഡോക്ടർ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, മശൂറ ചെയ്യുക. അതുപോലെ തന്നെ 2 താലീം പള്ളിയിൽ ഫളായിലിന്റെ കിതാബ് വെച്ച് താലീം വായിക്കും.
ജനങ്ങളോട് എന്ത് ചെയ്യണം പറയണമെന്നില്ല. അപ്പം പുതിയ മഹല്ലുകളിൽ ഷെയ്ഖുൽ ഹദീസ് മൗലാന സക്കറിയ റഹ്മത്തുള്ളാഹി അലൈഹി കിതാബൊന്നും പറയേണ്ടതില്ല. ഞാൻ നെടുമങ്ങാട് പള്ളിയിൽ തട്ടിയിട്ട് അവിടെ നിന്ന് തബ്ലീഗുകാർ ഇമാമികളെ നിർത്തുന്നില്ല. പി അബൂബക്കർ ഉസ്താദ് മാറിയതിനു ശേഷം ഞാൻ പോകുന്നു. അപ്പോൾ അവിടെയുള്ള തബ്ലീഗിനെ എതിർക്കുന്ന ആൾക്കാർ പറഞ്ഞു മുറി തബ്ലീഗുകാരനെ മാറ്റിയിട്ട് മുഴു തബ്ലീഗുകാരനെ അവർ കൊണ്ടുപോയി. നമ്മളതൊന്നും ശ്രദ്ധിച്ചില്ല. റമദാനായപ്പോൾ എന്ത് ചെയ്തു? ദുഹർ കഴിഞ്ഞിട്ട് വല്ലാഹി റമദാൻ്റെ കിതാബ് പെയിൻ്റൊക്കെ ഇട്ടിട്ട് ഹദീസും ആയത്തൊക്കെ കൊണ്ടുവന്ന് വായിക്കാം. അവർ ചെയ്തു റിയാദ് സാലിഹീനോ പറഞ്ഞു മനസ്സിലായില്ലേ? അത് വായിക്കും, വിശദീകരണം വായിക്കും. ഷെയ്ഖുൽ ഹദീസ് എന്ന് പറയേണ്ട കാര്യമുണ്ട്. ഹരീഫ് വായിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യാം? കിതാബ് റൂമിൽ കൊണ്ടുപോയി ഓരോ വക്തിനും എന്ത് ചെയ്യുക? പള്ളിയിൽ എന്ത് ചെയ്യുക? തഹരീം എന്ത് ചെയ്യുക? ഫളായിലിൻ്റെ കിതാബ് ഫളായിൽ തഹരീം നടക്കുക എന്ന് വരുത്തീർക്കാൻ വേണ്ടി കാത്തുകാർ പറയുന്നില്ല. അതായത് ഫളായിലിൻ്റെ തഹരീം നടന്നു എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് അമൽ ചെയ്യാൻ ആഗ്രഹമുള്ളൂ. ഇപ്പോൾ ഇമാം ബുഖാരി റഹിമഹുല്ലാ അൽ ജാമി സഹീഹ് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഫളായിലിൻ്റെ വിഷയത്തിൽ അദ്ദേഹം മുസ്തഖിലായ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. അൽ അദബുൽ മുഫ്രദ് എന്നാണ് ആ കിതാബിൻ്റെ പേര്. ഇതിനു വേണ്ടിയാണ് ഫളായിലിന്റെ വിഷയത്തിൽ വാരിദായിരിക്കുന്ന ഹദീസുകൾ സാധാരണക്കാർ വായിക്കുകയും കേൾക്കുകയും ചെയ്ത് എങ്കിൽ മാത്രമേ നിസ്കരിക്കാനും ജമാഅത്ത് നിസ്കരിക്കാനും ഖുർആൻ ശരീഫ് ഓതാനും ദിക്ർ ചെയ്യാനും ഹാഫിളീങ്ങളാക്കാനും ഒക്കെ ഉള്ള ആഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും തയ്യാറി നടക്കും. പറഞ്ഞ മനസ്സിലായി? ആലിമീകളെന്ന് വെച്ച് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഭാര്യ അങ്ങ് ആലിമത്താക്കണമെന്നുണ്ടാകും. ഡോക്ടറായ ഒരാളുടെ ഭാര്യ ഓൾറെഡി ഡോക്ടറാവും. ആ പെൺകുട്ടിയും മെഡിസിൻ പഠിച്ചിട്ടുണ്ടാവും, എങ്കിലേ ഡോക്ടറാവും അല്ലേ എന്ന് പറഞ്ഞ കണക്ക് അവരും ഇൽമ് പഠിച്ചെങ്കിൽ മാത്രമേ ആലിമത്താവും. ആലിമിന്റെ ഭാര്യ ആയതിന്റെ പേരിൽ പർദ്ദയിടണം, ഖുർആൻ ശരീഫ് ഓതണം, തഹജ്ജുദ് നടക്കണം. വീട്ടു കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആൻ ശരീഫിന്റെ ആൽക്കയിൽ നമ്മുടെ മക്കളുടെ ഖുർആൻ ശരീഫ് ശരിയാക്കണം, ഭാര്യയുടെ ഖുർആൻ ശരീഫ് ശരിയാക്കണം. ആഫ്രിക്കയിൽ ഒരു മസ്തൂറാത്തിന്റെ ജമാഅത്ത് പോയി. കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്നാണ് പുറപ്പെട്ടു. ആ രാജ്യത്ത് ഒരു ആലിമുണ്ടായിരുന്നു. ആലിമിന് തബ്ലീഗിന്റെ ഈ പരിശ്രമത്തിനെ കുറിച്ച് വല്ലാത്ത സംശയമായിരുന്നു. അപ്പൊ നാട്ടിലെ സ്ത്രീകളുടെ ജമാഅത്ത് വന്നു എന്ന് അറിഞ്ഞപ്പോൾ ഇവരുടെ ഭാര്യയെടുത്ത് പറഞ്ഞ് സ്ത്രീകളുടെ അടങ്ങുന്ന ജമാഅത്ത് വന്നിട്ട് ആ സ്ത്രീകൾ നിൽക്കുന്ന വീട്ടിൽ പോയി നിങ്ങൾ നിൽക്കണം, എന്നിട്ട് തബ്ലീഗ് എന്താണ് എന്ന് മനസ്സിലാക്കി എനിക്ക് വിവരം നൽകണം. ഭാര്യ വൈകുന്നേരം വരെ ഈ വീട്ടിൽ താമസിച്ചു. വൈകുന്നേരമായപ്പോൾ ഭാര്യ വന്നു. ഭർത്താവായ ആലിമ ചോദിച്ചു, തബ്ലീഗ് എങ്ങനെയുണ്ട്? അത് നിങ്ങളെന്നെ കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? തബ്ലീഗ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കല്യാണത്തിന്റെ കഥയാണോ നീ ചോദിക്കുന്നത്? തബ്ലീഗ് എങ്ങനെയുണ്ടെന്നല്ലേ ചോദിച്ചത്? തബ്ലീഗ് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. നിങ്ങളെന്നെ കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? ആലിം പറഞ്ഞ് 19 വർഷമായി. ഭാര്യ ചോദിച്ചു, ഈ 19 വർഷത്തിന്റെ ഇടയിൽ എന്റെ ഫാത്തിഹ ശരീഫ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതി കേട്ടിട്ടുണ്ടോ? അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി. ഇന്ന് ആ ജമാഅത്തിൽ ഹൽക്കാ താലീമിൽ ഞാൻ ഇരുന്നപ്പോഴാണ് എന്റെ ഫാത്തിഹ ശരീഫ് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നത്. അവർ ശരിയാക്കി തന്ന് അസർ കഴിഞ്ഞ് മറയുടെ പിന്നിൽ പുരുഷന്മാരുടെ സംസാരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തശ്കീല് നടന്ന് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ 3 ദിവസം ജമാഅത്തിൽ പോകാൻ പേര് കൊടുത്തിരിക്കും. ചേട്ടാ തബ്ലീഗ് മനസ്സിലാക്കാൻ വേണ്ടി അയച്ചത്. തബ്ലീഗിൽ കുടുങ്ങി. കാര്യം പറഞ്ഞതാണല്ല, അഭ്യന്തരമാണല്ല. അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതേ കണക്ക് പ്രൈം മിനിസ്റ്റർ ചെയ്യേണ്ടി വരും. പറഞ്ഞു മനസ്സിലായി? അപ്പൊ എന്ത് ചെയ്ത് ഭർത്താവ് 3 ദിവസം മസ്തൂറാത്തിന്റെ ജമാഅത്തിൽ മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ ആ രാജ്യത്ത് 4 വീലറിൽ അത്രയും ഫെസിലിറ്റി കുറഞ്ഞ രാജ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ അറബ്സിന്റെ രാജ്യങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞു, 56ഓളം രാജ്യങ്ങൾ. ധാരാളം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയ ദാരിദ്ര്യമാണ്, കറണ്ട് ഇല്ല. അങ്ങനെ രാജ്യങ്ങൾ കേരളത്തിൽ നിന്ന് തന്നെ ജമാഅത്ത് പോയി. ബുറുണ്ടി, ഉഗാണ്ട, ചില വലിയ പട്ടണങ്ങളിൽ ചെറുതായിട്ട് കറണ്ടും മറ്റും ഉണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് 4 വീലറില്ല. അപ്പൊ ടാക്സി ആയി 2 വീലറാണ് ഉപയോഗിക്കുന്നത്, മോട്ടോർ സൈക്കിൾ. അതിന്റെ പുരുഷന്മാരുടെ പിന്നിൽ അന്യ സ്ത്രീകൾ യാത്ര ചെയ്യേണ്ടി വരുമെന്ന് സാരം. ഈ ആരും ഒരു മോട്ടോർ സൈക്കിളിന്റെ പിന്നിൽ നിന്ന് ഭാര്യ എടുത്ത് പറഞ്ഞു, നീ ആ മോട്ടോർ സൈക്കിളിന്റെ പിന്നിൽ കയറും. ഭാര്യ ചോദിച്ചു, ഞാൻ എങ്ങനെ അന്യ പുരുഷന്റെ പിന്നിൽ യാത്ര ചെയ്യുന്നത്? ഹറാമല്ലേ? 3 ദിവസം ജമാഅത്തിൽ നിന്ന് കിട്ടിയ ഇസ്തിയാദാണ്. ഭർത്താവ് ഇറങ്ങി, 2 പേര് 6 കിലോമീറ്റർ നടന്നു വിട്ടു. നമ്മൾ 1000 വട്ടം ഖുർആൻ ഓതി പ്രസംഗിച്ചു നോക്കും. വീട്ടിൽ തന്നെ കഴിയണം. ജാഹിലിയത്താണ് സൗന്ദര്യ പ്രദർശനം. ഒരിക്കലും ആധുനിക നൂറ്റാണ്ടിലെ സംസ്കാരമെന്ന് നിങ്ങൾ പറയുന്നത് ബ്രാഹ്മണ ജാഹിലിയത്തെന്നാണ്. വിവരമില്ലാത്ത കാലത്ത് ഈ സൗന്ദര്യ പ്രദർശനം നടന്നിരിക്കും. ഏറ്റവും വലിയ ജാഹിലിയത്ത് ആയതുകൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്ത്രീകളെടുത്ത് പറഞ്ഞു നോക്ക്. കുടുംബത്തിലുള്ള അന്യ പുരുഷന്മാരോട് സംസാരിക്കുന്നത്, എന്തോ നിങ്ങൾക്ക് സംശയവും ഉണ്ട്.
അല്ലേ? ആര്യമാണെങ്കിലും പറയും, ദായിയാണെങ്കിലും ഒരു 3 ദിവസം കൊണ്ടുപോയി നോക്കുക, അവർ തന്നെ ഇതെല്ലാം നിയന്ത്രിച്ചോളും സ്വന്തമായി. നമ്മൾ പ്രസംഗിക്കേണ്ട കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹൽക്കാ താലീമില് നമ്മുടെ ഭാര്യയുടെ ഖുർആൻ ശരീഫ് ശരിപ്പെടുത്തണം, മക്കളുടെ ഖുർആൻ ശരീഫ് ശരിയാക്കണം. ദറസുകളിൽ ഓതുന്നവന് നമ്മൾ വിചാരിച്ച ദറസ് കൊണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവർ ശരിയായിട്ട് ഓതുന്നു, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ചേരമ്പരന്റെ മുദാക്കറ നമ്മൾ ചെയ്യണം, ഭാര്യ ചെയ്യണം, മക്കൾ ചെയ്യണം. അതുപോലെ തന്നെ തഷ്കീൽ ചെയ്യണം, അതുപോലെ മശൂറ നടക്കണം. തിരുവനന്തപുരം സിറ്റിയിൽ ഒരു ഡോക്ടറുണ്ട്, സെയ്ദ് മുഹമ്മദ് ഡോക്ടർ. പരിചയമുള്ള ഡോക്ടർ ആയിരിക്കില്ലേ, പ്രവർത്തകർക്കൊക്കെ അറിയാം. അദ്ദേഹം പറഞ്ഞ കാർബുകാരിയാണ്, ഞങ്ങൾ വീട്ടിലെ താലീമിലൂടെ ഖുർആൻ പഠിക്കുന്നതിന്റെ മഹത്വം കേട്ട് ഞങ്ങൾ ഡോക്ടർമാർ ഞങ്ങളുടെ മക്കളെ ഹാഫിദീങ്ങളാക്കി. ഒരു ചില മക്കളെ ആലിമീങ്ങളുണ്ട്. ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. നമ്മുടെ മക്കളെയൊക്കെ ചെറിയ കിതാബ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന, മക്കൾ പഠിപ്പിക്കാൻ വേണ്ടി വന്നു. ഞങ്ങളിൽ നിന്ന് കിട്ടുന്ന ശമ്പളം വാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മകനെ ഡോക്ടറാണ്. മനസ്സിലായില്ലേ? ആലിമിന്റെ മക്കൾ ഡോക്ടറായി, ഡോക്ടറിന്റെ മക്കള് ആലിമും ഹാഫിദും. എന്താണെന്നത് വീട്ടുകാര്യം ചെയ്യും ഇൻഷാ അല്ലാഹ്. അതുപോലെ ആഴ്ചയിൽ ഒമ്മി ഗസ്റ്റ്, മാസത്തില് സെക്കൻഡ് ഗസ്റ്റ്, പരിസര മഹല്ലകളിലൊക്കെ പോയി നമ്മൾ ഗസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പള്ളിയിലെ ഇമാമായിരിക്കും, പക്ഷെ പരിസരങ്ങളിലൊക്കെ എന്ത് ചെയ്യും, നമ്മളെ കുറിച്ച് അറിയാൻ പറ്റും. ദഅവത്തുമായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. നിങ്ങൾ ചെയ്തൊക്കെ ഇസ്സത്തെന്ന് പറയത്തില്ല, മുഴുവൻ ആലിമീങ്ങളും നിങ്ങൾ അങ്ങേയറ്റം ആദരിക്കാൻ ബഹുമാനിക്കുന്നു. ഞാൻ 23-ാമത്തെ വയസ്സിൽ ഖത്തീബായി. ഒരു പള്ളിയിൽ നിന്ന് പരിസര മഹല്ലുകളിലൊക്കെ എന്ത് ചെയ്ത് ഗസ്റ്റായിട്ട് പോകും. ഏത് ഉസ്താദന്മാരും പ്രസംഗത്തിന് വിളിക്കുന്നത് നമ്മളെ പ്രസംഗത്തിന് ജുമ്മയ്ക്ക് പ്രസംഗിക്കാനുള്ള വിഷയങ്ങൾ ചോദിക്കാൻ വിളിക്കും. പറഞ്ഞ മനസ്സിലല്ലേ? എന്തെങ്കിലുമൊക്കെ പഠന ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതിന് വിളിക്കും. അപ്പൊ ദഅവത്ത് ചെയ്തതിന്റെ പേരിൽ നമ്മുടെ സ്റ്റാൻഡിന് ഒരു കുറവും വരും. ഹദീസ് പഠിപ്പിക്കുന്നുവെങ്കിൽ ഹദീസ് പഠിപ്പിക്കാൻ പറ്റും, തഫ്സീർ പഠിപ്പിക്കുന്നുവെങ്കിൽ തഫ്സീർ പഠിപ്പിക്കാൻ പറ്റും, വാദ നസീഹത്ത് നടന്നെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പരിശ്രമം ചെയ്യണം. മാസം നമ്മൾ പുതിയ ആൾക്കാരെ തയ്യാറാക്കിക്കൊണ്ട് 3 ദിവസ ജമാഅത്തുകൾ പരിസര ഗ്രാമങ്ങളിൽ പോകും. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 3 ദിവസ ജമാഅത്ത്, അദ്ദേഹം 3 ദിവസമേ പോയിട്ടുള്ളൂ. ഇന്ന് നിസ്കാരം ഉപേക്ഷിച്ചു. നമ്മൾ കൂട്ടത്തിൽ പോകണം. അപ്പോഴാണ് ചെയ്യുന്നത് ശരിയായ എഫക്ട് ഉണ്ടാകുന്ന 3 ദിവസ ജമാഅത്ത്. മൗലാന ഉമർ സാഹിബ് പാലപ്പൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു പ്രദേശത്ത് പോയി ജമാഅത്ത്. പള്ളിയുടെ മുത്തവല്ലി ബാറിന്റെ മുതലാളിയാണ്. മൗലാന ഉമർ സാഹിബ് പാലപ്പൂരി റഹ്മത്തുള്ളാഹി ബാറിൽ ചെന്നു. ഗേറ്റ് വാച്ചർ പറഞ്ഞ് കുറെ കെട്ടുമട്ടുമൊക്കെ ഉള്ള ആൾക്കാർ വന്നിരിക്കുകയാണ്. അപ്പോ ബാറിന്റെ മുതലാളി ചാവി കൊടുത്തിട്ട് പറഞ്ഞ്, ഞാൻ നാളെ സൺഡേ അല്ലേ, ഹോളിഡേ ആണ്, നാളെ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടിക്കൊള്ളാം, പെട്ടെന്ന് പള്ളിയിൽ പോകാൻ വേണ്ടി. കാരണം ബാറിന്റെ മുന്നിൽ ഉസ്താദന്മാരെ നിർത്തുന്നത് ശരിയല്ലല്ലോ. അവര് വന്ന് പള്ളി തുറന്ന് പള്ളിയെ അടിച്ചു വൃത്തിയാക്കി ബാങ്ക് വിളിച്ച് 5 നേരം നമസ്കരിച്ച് പിറ്റേന്ന് രാവിലെ ആ ബാറിന്റെ മുതലാളിയെ വീട്ടിൽ പോയി. വാതിൽ തുറന്ന് ഭാര്യയെ വിളിച്ചു, എന്തിനാ വന്നത്? അത് ഇവിടുത്തെ ആള് ഞങ്ങളുടെ കൂട്ടത്തിൽ ജമാഅത്തിൽ വരാന്ന് പറഞ്ഞു. എന്റെ ഭർത്താവാ? സുബ്ഹാനല്ലാഹ്, ഒരിക്കലും വരത്തില്ല. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങളൊന്ന് വിളിക്കും. അങ്ങനെ പോയി വിളിച്ച് അദ്ദേഹം വന്നു. അദ്ദേഹം പറഞ്ഞു, മാപ്പാക്കണം, ഞാൻ ഇന്നലെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ പറ്റത്തില്ലെന്ന്. കാരണം ഈ കുപ്പി ഇല്ലാതെ എനിക്ക് ജീവിച്ച് ശീലമില്ല, പള്ളിയിലൊന്നും അത് കൊണ്ട് കയറണമെന്ന് ശരിയല്ല. നിങ്ങൾ കുപ്പിയൊക്കെ എടുത്തോ, ടോയ്ലറ്റിൽ വെച്ചാൽ ആവശ്യമുള്ള സമയത്ത് അവിടെ പോയി നിന്നുമായിരുന്നു. അദ്ദേഹത്തിനെ കുളിച്ച് റെഡിയാക്കി അദ്ദേഹത്തിന്റെ കവറിൽ 2 കുപ്പി എടുത്ത് നേരെ പള്ളിയിൽ പോയി ടോയ്ലറ്റിൽ കുപ്പി വെച്ച് അദ്ദേഹത്തിനെ തൈലീപിരുത്തി മുലാഖാത്തിൽ മാമറാക്കി എത്രത്തോളം ജോലിയാക്കി അയാൾക്ക് വൈകുന്നേരം വരെ കുപ്പിയെ കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടായി. നാട്ടിൽ നോക്കിയപ്പോൾ അസർ കഴിഞ്ഞിട്ട് ബാറിന്റെ മുതലാളി പള്ളിയുടെ മുത്തുവല്ലി പള്ളിയിലേക്ക് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കും. എന്തോ സംഭവിക്കാതിരിക്കുന്നു. ജനങ്ങളൊക്കെ അത് കാണാൻ വേണ്ടി പള്ളിയിൽ വന്നു. ജുമ്മയുടെ പ്രതീതി മഗ്‌രിബിന്റെ സമയത്ത് പള്ളിയിൽ. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് മൗലാന ഉമർ സാഹിബ് പാലപ്പൂരി റഹ്മത്തുള്ളാഹി ബയാൻ കഴിഞ്ഞ് തശ്കീൽ ചെയ്തു. അവസാനം എന്ത് ചെയ്ത്, ഇദ്ദേഹം അടുത്തെന്ന് ചോദിച്ചാൽ, മൗലാന എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ 3 ദിവസം കൂടാൻ പറ്റും. നമ്മൾ നിങ്ങളെ ആഗ്രഹിക്കുന്ന അദ്ദേഹം 3 ദിവസം ജമാഅത്തിൽ പോയി. അദ്ദേഹത്തിന്റെ ജീവിതമാണ്. ബാറ് കൂട്ടി, അദ്ദേഹം ശരീഅത്തിലായി, ഭാര്യ ശരീഅത്തിലായി, മക്കൾ ശരീഅത്തിലും സുന്നത്തിലായി. അള്ളാഹിന്റെ ദീനിന്റെ വഴി ധാരാളം രാജ്യങ്ങൾ യാത്ര ചെയ്തു. അള്ളാഹിന്റെ ദീനിന്റെ വഴിയിൽ യാത്രയുടെ ഇടയിൽ അദ്ദേഹം തഹജ്ജുദ് നമസ്കാരത്തിൽ സുജൂദിൽ കിടന്നാണ് മരണപ്പെടുന്നത്. എവിടെ കിടന്ന ആളാണ്? ബാറിൽ കിടന്ന. അപ്പൊ അതുകൊണ്ട് നമ്മൾ 3 ദിവസം ജമാഅത്ത് ഒന്ന് തയ്യാറാക്കി കുറച്ച് ഉമ്മൂമി ജനങ്ങളെ കൂട്ടി അള്ളാഹിന്റെ വഴിയിൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും നിശ്ചയിക്കാത്ത മാറ്റവും വരും. നമുക്ക് സത്താർ ഉസ്താദ് നമ്മുടെ കൊല്ലത്ത് ജംബോ ജമാഅത്ത് തയ്യാറാക്കി ഒരു 3-4 പ്രാവശ്യം പോയി.
അലഹമില്ല അവർ എത്രയോ വലിയ ദീനിയായ ഒരു സമ്മേളനം നടന്നു, ജില്ലാ സമ്മേളനം ഓക്സ്ഫോർഡ് സ്കൂളിൽ. അപ്പോൾ ഒരു ഇസ്തിഖ്ബാൽ ജമാഅത്ത്, ആ ജമാഅത്ത് അങ്ങനെ തന്നെ മുത്താർ മാമൂസാന്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് പിന്നെ അവിടെ കുളത്തൂപ്പുഴ, പിന്നെ പലവും അങ്ങനെയുള്ള ജമാഅത്തുകൾ ഉസ്താദന്മാർ ഇങ്ങനെ ഉള്ള ആൾക്കാരെ തയ്യാറാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവരിൽ വലിയ ദീനിയായ